നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു റേഡിയോയിൽ ഒരു പ്രോഗ്രാം കേൾക്കുമ്പോൾ അതിൽ ഇന്ത്യൻ സേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ RJ ചോദിച്ചു, ഇപ്പോൾ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ വന്നതിൽ ഹാസ്യാഭിനയം ഏറ്റവും വഴങ്ങുന്ന ആൾ ആരാണെന്നാണ് ഇന്ത്യൻ സേട്ടൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഹരീഷ് കണാരനാണ് എന്ന് പറഞ്ഞു. ഇത്രയും ടൈമിംഗ് ഉള്ള ഒരു നടൻ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നടൻ്റെ അംഗീകാരം കിട്ടിയ ആളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ള ഹരീഷ് കണാരൻ. ഹരീഷ് കേട്ടിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ഞാൻ കേട്ടില്ല. ഞാനത് അടുത്ത കാലത്താണ്, ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇന്ത്യൻ സൈഡിനുള്ള അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത്. ഏറ്റവും ടൈമിംഗ് ഉള്ള, അടുത്ത കാലത്താണല്ലോ ഏറ്റവും ടൈമിംഗ് ഉള്ള നടൻ എന്നുള്ള ശരിക്കും പറഞ്ഞാൽ വലിയൊരു അംഗീകാരമാണ് അല്ലേ? ഇന്ത്യൻ സൈഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന ആളാണ് ഹരീഷ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്ന് രണ്ട് ചെറിയ എന്താ പറയുക സ്കിറ്റുകളിലൂടെയാണ് നമ്മുടെ മനസ്സിൽ കടന്നു വന്നത്. എന്നാലല്ല എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സിനിമയിൽ വന്ന റോളിലൂടെ ആ പേര് സ്ഥിരമായിട്ട് കിട്ടിയവരുണ്ട്. മണിയമ്പിള്ള രാജു എന്നൊക്കെ പറയുന്ന മണിയമ്പിള്ളയിൽ വന്ന വേഷമാണ്. പക്ഷേ ഇതങ്ങനൊന്നുമല്ല, ഒരു ഫിലിമിലെ ഒരു സ്കിറ്റിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഇപ്പോൾ ആയുഷ്കാലം കൂടെ കൊണ്ടുനടക്കുന്നത്. കണാരൻ എന്നുള്ള പേര് ഒരു ഗംഭീര സംഭവമായിരുന്നു. ഞാനൊക്കെ ഇപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ വീണ്ടും കാണുന്ന ഒരു സാധനമാണ് ഈ കണാരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഹരീഷിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പെരുമണ്ണ അല്ലേ? പെരുമണ്ണ എന്ന സ്ഥലത്താണ്, കോഴിക്കോട്. അതിസുന്ദരമായൊരു വീടും പണിത് സുഖമായിട്ട് ജീവിക്കുന്നു. 2 ഗംഭീര വാഹനങ്ങളുമുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച 2 വാഹനങ്ങൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നമുക്ക് ഹരീഷിനോട്. ഹരീഷ്, അപ്പം വണ്ടി എടുത്ത് തുടങ്ങാം അല്ലേ? വണ്ടി തുടങ്ങാം. ഈ വണ്ടിയായിട്ട് വളരെ ബന്ധമുള്ള ആളാണ്. പണ്ട് ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ ഈ വീട് പണിയുന്നതിന് മുമ്പ് ഇവിടെ പഴയ വീടായിരുന്നപ്പോൾ ഒരിക്കലും വന്നു. അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് നമ്മുടെ ജയൻ ബിലാത്തിക്കുളം എന്ന് പറയുന്ന ഈ വീടിൻ്റെയൊക്കെ എന്താ പറയേണ്ടത് ആശാരി എന്ന് വിളിക്കാവുന്ന നമ്മുടെ സുഹൃത്തുണ്ട് ജയൻ. എന്തോ ഒരു കാര്യത്തിന് ഒരു പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നിന്നതിപ്പിൽ ലുങ്കി എടുത്ത് ഹരീഷ് ഈ സ്കൂട്ടർ ഓടിച്ച് പോയി പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴും തനി നാടൻ പെരുമണ്ണക്കാരനായിട്ടാണ് ജീവിതം അല്ലേ? തീർച്ചയായിട്ടും. തന്നെയല്ല, ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂ കേൾക്കുകയും ചെയ്തു. എന്തൊക്കെയായാലും വൈകുന്നേരം വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ ഞാൻ വീട്ടിൽ വരും എന്നല്ലേ? വീട്ടിൽ വരും. നാടുമായിട്ട് അത്രയധികം അറ്റാച്ച്ഡ് ആണല്ലേ? അതാണ്. അതെന്താ വെച്ചാൽ ഞാനിപ്പോൾ എത്ര തിരക്കിഞ്ഞ ഷൂട്ടാണെങ്കിലും നാളെ ഷൂട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പോകട്ടോ, പറഞ്ഞാൽ വൈകുന്നേരം ഞാൻ പോരും. ഇനി പിറ്റേ ദിവസം രാവിലെ ഇവിടെ നീട്ടി പോകണം, പക്ഷെ എന്നാലും ഒരു ദിവസം അവിടെ ഒന്ന് നിൽക്കാലോ എന്നുള്ള ഇതിൽ പോരും. അപ്പോൾ വീട്ടിലേക്ക് ഇരിക്കലാണോ അതോ നാട്ടിൽ കൂട്ടുകാരുടെ ഒപ്പമുള്ള? ഇല്ല, നാട്ടിൽ സാധാരണ പോലെ മീൻ വാങ്ങാൻ പോവും, സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഞാൻ തന്നെയാണ് പോകുന്നത്. ഞാനും വൈഫും. അങ്ങനെ ഞാനൊരു അന്നുങ്ങൾ പറഞ്ഞ ഒരു സ്കൂട്ടറൊക്കെ എടുത്തിട്ട്, കാരണം മീൻ മാർക്കറ്റ് ചെന്നാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഹരീഷ് ഭായ് അത് നല്ല മീനാട്ടോ എന്ന് പറഞ്ഞിട്ട് നല്ലത് തരും. ഒരു ബീഫ് സ്റ്റാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് വേണ്ടട്ടോ ഒന്ന് കൊണ്ടുവരണം കേട്ടോ എന്നൊക്കെ പറയും. ഹരീഷിൻ്റെ ഇവിടെ നടന്നാൽ മതി, നല്ല മീൻ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണപ്രിയനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മീനും ഇറച്ചിയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളവർ പറയും. അങ്ങനെ ഒരു കാര്യമാണ്. പക്ഷേ ഈ സെൽഫി പ്രശ്നമില്ലേ? സെൽഫി നാട്ടിലൊക്കെ പിന്നെ സ്ഥിരമായിട്ട് നമ്മളെ ഈ മാമുക്ക അതുപോലെ എല്ലായിടത്തും മീൻ വാങ്ങാനും ഇതിനൊക്കെ മാമുക്ക അതുപോലെ പോയി. അത് മാമുക്ക നാട്ടിൽ അത് മാമുക്കൊക്കെയാണ്. മാമുക്ക ഇവിടെ വരലുണ്ട് അങ്ങനെയുള്ളൊരു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഹരിച്ചേട്ടാ എന്നിട്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ പിന്നെ പുറമേ നമ്മൾ വണ്ടി റോട്ടിലൊക്കെ ഞാൻ ചിലപ്പോൾ ലുങ്കിയൊക്കെ കൊടുത്ത് ആരോടായിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ മലപ്പുറം വണ്ടിയൊക്കെ ഇതിലിങ്ങനെ പോകുമ്പോൾ ഒരു ഇത് തിരിച്ചു വരും, ഞങ്ങളെ കണ്ടിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഓരോ വക കുറേ സെൽഫി ഉണ്ടാവും. വണ്ടിക്കാർ നിർത്തിയിട്ടുള്ള സെൽഫി ഉണ്ടാവും. നാട്ടിലേതായാലും ഇപ്പോഴും ഹരീഷ് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം സിനിമയിലേക്ക് വന്ന് അധിക കാലം കഴിയുന്നതിന് മുന്നേ വണ്ടി എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? സിനിമയിൽ വന്നിട്ട് ഞാനൊരു സിനിമയിലൊന്ന് സെറ്റായി ആദ്യം വെച്ച വീടിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, പണികളൊക്കെ ഉണ്ട്. ആദ്യം ഫുൾ പണി കഴിഞ്ഞില്ലായിരുന്നു, ടൈലൊക്കെ ഇട്ടിട്ടൊന്നുമില്ലായിരുന്നു, ഈ കോമ്പൗണ്ടുകളില്ല, ഒന്നുമില്ല. അപ്പം അതൊക്കെ സിനിമയിൽ വന്ന് കുറച്ച് ഒന്നിതായി. അപ്പോൾ അതൊക്കെ ആദ്യം ചെയ്ത് കുറച്ച് ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതാക്കിയിട്ട് അപ്പോൾ ഞാൻ മരുഭൂമിയിലാനാന്ന് പറഞ്ഞ പടം ചെയ്യാം ബിജു മേനോൻ്റെ കൂടെ. അപ്പം ബിജു ഏട്ടനോട് നമുക്കൊരു വണ്ടി എടുത്തൂടെ? അങ്ങനെയാണ് ഈ വണ്ടി എടുക്കുന്നത്. ആദ്യം എടുത്ത വണ്ടി. സ്കൂട്ടറുകൾ അതിന് മുന്നേ പിന്നെ ആക്സസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മുന്നേ ഒരു വണ്ടി ഉണ്ട്, ഒരു സെന്നുണ്ട്. ആ സെന്ന് ഞാൻ ഒന്ന് ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്താ. വിറ്റില്ല. അതാണ് ആദ്യത്തെ വണ്ടി. അതാണ് ഞങ്ങൾ മറ്റേ കോമഡി ഫെസ്റ്റിവലിൽ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ട്
ഓരോരുത്തർക്ക് ഒരു 2.5 ലക്ഷം വെച്ചിട്ട് ഓരോരുത്തർക്ക് ഞങ്ങൾ 5 ആൾക്കാരുണ്ട് 2.5 ലക്ഷം വെച്ചിട്ട് കിട്ടി. അപ്പം ആ പൈസ എടുത്ത് പിന്നെ അതിനൊരു 25,000 റുപ്യ കൊടുത്തിട്ട് ആദ്യം ഒരു 800 വാങ്ങി. ഒരു പഴയ ഒരു 1881 ഒരു 1981 ഒരു 800 വാങ്ങി. ആ 800 കുറച്ച് ലൈവിലൊക്കെ ഫിറ്റ് ചെയ്ത് കുറച്ചൊരു 3 കൊല്ലം കൊണ്ട് കിടന്നിട്ട് അത് മാറ്റിയിട്ട് പിന്നെ ഒരു സെന്ന്, ആ സെന്ന് ഇപ്പോഴും ഉണ്ട്. അതിലാണ് പിന്നെ ഞങ്ങൾ കോമഡി ഹോസ്റ്റലിൽ എറണാകുളത്തൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം ആ വണ്ടിയിൽ പോയിട്ടുണ്ട്. അപ്പം ആ വണ്ടിയായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പ്രേമിച്ച് നടന്നത് അല്ല, പ്രേമിച്ച് നടന്നതല്ല, പ്രേമിച്ച് നടന്ന സമയത്ത് ഓട്ടോറിക്ഷ. അപ്പോൾ ആ വണ്ടി ഇപ്പോഴും ഉണ്ട്. അത് ഞാനൊന്ന് ഒന്നും കൂടി ഒന്ന് പിന്നെ പെയിൻ്റൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്താണ് കൊടുത്തത്. മലപ്പുറത്താണ് വണ്ടീൻ്റെ ഓൾട്ടറേഷൻ്റെ ഭയങ്കര. ശരി, ഓൺ റോഡാണോ? ഓൺ റോഡാണോ കൊടുത്തത് മലപ്പുറത്ത്? ഓൺ റോഡല്ല, അല്ല ഓൺ റോഡ് ഭയങ്കര ഓൺ റോഡ് അവിടുത്തെ ഏറ്റവും പ്രമുഖമായ. ഇത് അതുപോലെ അത്യാവശ്യം പിന്നെ ഞാൻ മെഹൂമൂസ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ സമയത്ത് ഓരോ കാറിൻ്റെ ഓരോ മറ്റേ എന്താ ക്ലബ്ബുകളുണ്ടാവും. ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ 800 ഉണ്ട്, ഒരു സെന്നുണ്ട്, പിന്നെ അംബാസിഡർ. അപ്പം അങ്ങനെ ഞാൻ കുറേ പേരെ വീഡിയോസ് കണ്ടപ്പോൾ ഇതാരാ ചെയ്തത്, അപ്പം മലപ്പുറത്ത് ഇന്ന ടീമാന്ന് പറഞ്ഞപ്പം അങ്ങനെയാണ് അവിടെ കൊടുത്തത്. എന്തൊക്കെയാണ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്? അത് ഇപ്പം നമ്മൾ ഇപ്പോൾ ബ്ലൂ പെയിൻ്റാണ്, അത് മൊത്തം യെല്ലോ, മറ്റേ ലെമൺ യെല്ലോ അലോയ് വീൽസ്, പിന്നെ മൊത്തം ഫുൾ ഇൻറ്റീരിയൽ മൊത്തം പിന്നെ ഒരു മാറ്റിയിട്ട് നമ്മളെ ഡാഷ്ബോർഡ് ഇതൊക്കെ ഒരു പ്രത്യേക ലെതർ ടൈപ്പിലേക്ക് മാറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞല്ലോ അപ്പോൾ ആ വണ്ടി ഒന്ന് കാണാൻ വേണ്ടി. അതപ്പോഴേ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വണ്ടിയാണ് എന്നുള്ളതാണല്ലേ, ഒരിക്കലും വിൽക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി കാണും? ഈ വണ്ടി പിന്നെ 2016 വാങ്ങി. 16. ഓക്കെ. ഇതിപ്പോൾ ഒരു 2 കൊല്ലം ആവുന്നു. 2 കൊല്ലം, ഡിസംബറിൽ 2 കൊല്ലം ആവും. എങ്ങനെയുണ്ട് ഈ 2 വണ്ടികളെ പറ്റിയുള്ള അഭിപ്രായം? പോളോ ഭയങ്കര നല്ല, ജീപ്പും അടിപൊളിയാണ്. ഞാൻ ആദ്യം ജീപ്പ് ഉപയോഗിച്ച് പിന്നെയും മാറ്റിയിട്ട് ജീപ്പ് തന്നെ. അത് ശരിയാണല്ലേ. ആദ്യം ഉപയോഗിച്ചിട്ട് പിന്നീട് ജീപ്പ് വാങ്ങിച്ചു. അപ്പോൾ ഇത് ബിജുമേനോനാണ് ഉപദേശിച്ചത്? ഇത് ആരായിരുന്നു ഇതിൻ്റെ ഉപദേശകൻ? അല്ല, ഇത് പിന്നെ ജീപ്പ് ഇറങ്ങി ഒരു പിന്നെ 2 കൊല്ലമൊക്കെ ആയി ഉണ്ടാവും. അപ്പം ഞാൻ സപ്റ്റംബർ അച്യുതൻ ലാൽ ജോസ് സാറെ പടം ചാക്കോച്ചനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഈ ജീപ്പിൻ്റെ കുറേ, അപ്പം ചാക്കോച്ചൻ പറഞ്ഞ നല്ല വണ്ടിയാണ്. അങ്ങനെ നോക്കി കുറേ ആൾക്കാരോട് അഭിപ്രായം ചോദിച്ച് ജീപ്പ്. അപ്പം ധ്യാൻ്റെ അടുത്ത് ജീപ്പുണ്ട്, ശ്രീനിയേട്ടൻ ജീപ്പ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അപ്പം പിന്നെ ഉണ്ണി മൂന്നൻ ഇവിടെ തന്നെയാണ് സുധീഷ് ചേട്ടൻ. അപ്പം അങ്ങനെ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ നല്ല വണ്ടിയാണ്. അങ്ങനെ ഫസ്റ്റ് ജീപ്പ് കോമ്പസ് പ്ലസ് ലിമിറ്റഡ് പ്ലസ് ആയി പുതിയത്. അത് പിന്നെ അത് 3 കൊല്ലം ഉപയോഗിച്ചു. അതിപ്പം തിരുവനന്തപുരത്ത് വണ്ടി 3 കൊല്ലം ഉപയോഗിച്ചിട്ട് അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ആക്കാന്ന് വെച്ചിട്ട് അത് 9 സ്പീഡ് ഓട്ടോമാറ്റിക്. പിന്നെ വണ്ടീൻ്റെ പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുടെ ഒരു അറിയണമല്ലോ. ഞാൻ നിങ്ങളെ വിളിച്ചു, മറ്റേ ബൈജുകാരനെ വിളിച്ച് ചെയ്തറിയാം, മറ്റേ ഫോർച്യൂണറിനെ പറ്റി. അങ്ങനെ മാറ്റം ഉടനെ ഉണ്ടാവുമോ? ഇനി ഉടനില്ല. അപ്പോൾ ഹരീഷ് സിനിമയുടെ സ്വന്തമായിട്ട് ഓടിക്കുന്ന ആളാണോ? സ്വന്തമായിട്ടും ഉണ്ട്. ഞാൻ ലോങ് ഡ്രൈവറുണ്ട്. ശരി. അങ്ങനെ ലോങ് പോകുമ്പോൾ ഇതാണോ അധികം ഉപയോഗിക്കുന്നത്? ഇതാണ് ഉപയോഗിക്കുന്നത്. അത് വൈഫാണോ? ഇതിപ്പോൾ വൈഫാണ് ഉപയോഗിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് ആണോ? അല്ല, അത് മാനുവൽ. അപ്പോൾ ഭാര്യ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ആവശ്യം ഉന്നയിച്ച് തുടങ്ങിയിട്ടില്ലേ? ഓട്ടോമാറ്റിക് ആക്കണം എന്ന്. ഇപ്പോൾ ഞാനിങ്ങനെ ഈ സ്കോഡേൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ പോയി നോക്കിയിട്ടുണ്ടായി. അവരായിട്ടുണ്ടല്ലേ. ശരി. അപ്പോൾ അത് വൈഫിന് പറ്റുന്ന ചെറിയ വണ്ടി ആയിരിക്കും അതോ വലുത് തന്നെ ആയിരിക്കും? ഇനി ചെറുതാണ് നോക്കുക. അപ്പോൾ സ്കോഡേൻ്റെ ചെറിയ വണ്ടി ഞാൻ വിചാരിച്ചു ബോക്സ് വാഗൻ വണ്ടി നിർത്തിയല്ലോ. ഇവർ തന്നെ GT നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ അതാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അത് ശരിയാണ്. തീർച്ചയായിട്ടും ആ ഫോക്സ് വാഗൺ പുതിയത് നല്ലതാണ്. പക്ഷേ ഈ ഇത്രയും ചെറുതിന് ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ ഈ നമ്പറുകൾ രണ്ടും കുറച്ച് സ്പെഷ്യൽ നമ്പേഴ്സാണ്. 5665 5455. അല്ല, അത് സ്കൂട്ടറൊക്കെ ഒരേ നമ്പറാണ്. സ്കൂട്ടർ അതൊക്കെ ഒരു നമ്പറാണ്. ഇത് ഇവിടെ മറ്റേ നമ്മൾ ഇത് മാറി, പിന്നെ ഫറോക്ക് RT ആയി. അപ്പം KL 85 ആയപ്പം മറ്റേ നമ്പർ അതിന് മാച്ച് ആവില്ല. അതിനെന്തെങ്കിലും വിശ്വാസം ഉണ്ടായിട്ടാണോ ഇത്? ഞാൻ ആദ്യം ഈ ഒരു നമ്പർ എടുത്ത് പോളോ വാങ്ങിയപ്പം, അപ്പോൾ പിന്നെ ഓരോ വണ്ടിയും ആദ്യത്തെ ജീപ്പും ഈ നമ്പർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വണ്ടിയും ഒരേ നമ്പർ ചെയ്യണം. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറൊരു വിശ്വാസമോ അങ്ങനൊന്നുമില്ല. ഒറ്റ നമ്പർ കൂട്ടി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോങ് ട്രിപ്പൊക്കെ പോയിരിക്കുന്നത് എങ്ങോട്ടായിരിക്കും വണ്ടിയിൽ? ഞാൻ ഇതെടുത്തിട്ട് പിന്നെ ഫസ്റ്റ് തിരുവനന്തപുരം ഷൂട്ടിന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂകാംബിക്ക് പോയി പോളോയിൽ അന്ന്. ശരി. അപ്പോൾ ഇതിൽ അത്ര വലിയ ഓട്ടോ ഒന്നും പിന്നെ ഇതിൽ മൈസൂർ ഒക്കെ പോയി. ശരി.
പിന്നെ ഞാൻ വേറെ ഇൻ്റർവ്യൂ ഉണ്ട്, മറ്റേ നേരത്തെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നപ്പോൾ അതിനൊരു കൊച്ചി രാജാവ് എന്നായിരുന്നു അല്ലേ? അത് നിലനിർത്താൻ തോന്നിയിട്ടില്ല ആ ഓട്ടോ? പിന്നെ ആ സമയത്ത് പിന്നെ കുറേ ഓടി, പിന്നെ അത് പിന്നെ അങ്ങനെ അവിടെ കൊടുത്ത്. പിന്നെ ഞാൻ ഓട്ടോ ഒന്ന് വിട്ടിട്ട് പിന്നെ പെയിൻറ്റിങ് ആക്കി സ്ഥിരം. അപ്പം പിന്നെ അതൊക്കെ പിന്നെ അന്നിങ്ങനെ നമ്മൾ സിനിമയിൽ വരുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ആദ്യത്തെ വീടുണ്ടാക്കിയ സമയത്ത് ഇവിടെ ഒരു പോർച്ച് ഓട്ടോ നിർത്തിയിട്ടുള്ളൊരു ആ പോർച്ച് തന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞ, വണ്ടിയൊന്നും വാങ്ങാൻ ഒരു സാധ്യതയില്ല, പോർച്ചിൻ്റെ ആവശ്യമില്ല, ഇനി ഒരു ഓട്ടോ ഉണ്ട് അതിനുള്ളൊരു പോർച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അത് തന്നെ ആദ്യത്തെ വീടിൻ്റെ പോർച്ച്. ശരി ശരി. പക്ഷേ ഈ പറഞ്ഞ അല്ലേ, പെട്ടെന്ന് ദൈവം നമ്മളെ ഒന്ന് ഏറ്റെടുക്കുമായിരുന്നു എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഹരീഷിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഹരീഷിൻ്റെ ജീവിതം വളരെ ചെറുപ്പത്തിൽ തൊട്ട് അച്ഛനും അമ്മയൊക്കെ മരിച്ചിട്ട് അമ്മാവൻ്റെ കൂടെ നിന്ന് വളരുകയും അങ്ങനെ വളരെ കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അധ്വാനിച്ച് തന്നെ 10ാം ക്ലാസ്സിൽ പഠിത്തമൊക്കെ നിർത്തി അല്ലേ, പിന്നീട് ഈ പറഞ്ഞ പലതരത്തിലുള്ള ജോലികളൊക്കെ ചെയ്ത് ഒട്ടും പ്രതീക്ഷ കൈവിടാതെ ജീവിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ആൾ. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ സ്കിറ്റുകളൊക്കെ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് മുമ്പ് കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ ആദരവ് തോന്നി ഹരീഷിനോട്. കാരണം ഹരീഷ് അതുപോലെ അതോടൊപ്പം തന്നെ 10 വർഷം ഒരു പ്രേമം കൊണ്ടു നടന്നു. ആ യുവതിയാണ് ഇപ്പോൾ രാവിലെ നമുക്ക് ചായ കൊണ്ടും തന്നത്, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ഭാര്യ അംഗീകരിക്കണം. കാരണം വെച്ചാൽ ഇങ്ങനെ വലിയ ജോലികളൊന്നും ഇല്ലാത്ത ഒരാളെ 10 വർഷം പ്രേമിക്കുകയും അവസാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തേച്ചിട്ട് പോകുന്ന പരിപാടിയുണ്ട്. ഇതൊന്നും ചെയ്തില്ല, ഹരീഷിനോടൊപ്പം തന്നെ നിന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹരീഷിൻ്റെ ഈ സൗഭാഗ്യത്തിൽ ഭാര്യയും കൂടെ ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ വന്നപ്പോൾ കണ്ട വീട് മോശമൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം നല്ല വീടായിരുന്നല്ലോ. അന്ന് ഞാൻ കല്യാണം കഴിക്കുന്ന വീട്ടിലേക്കാണ്. ആ വീട് പിന്നെ 15 കൊല്ലം ആയിട്ടുണ്ട്. അപ്പം അന്ന് ഈ മതിലില്ല, അന്ന് ഇവിടെ ഈ റോഡ് ടാർ ചെയ്തില്ല, ഈ മതിലുകളൊന്നും കെട്ടിയില്ല, ഞാൻ വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തില്ല. അന്ന് സിമൻറ്റ് കൊണ്ട് ഇങ്ങനെ വെറുതെ റഫാക്കിയിട്ടിട്ട് അതാണ്. അപ്പം പിന്നെ ഇങ്ങനെ പെയിൻറ്റിങ്ങിന് പോകും, ഓട്ടോറിക്ഷ ഓടിക്കും. അപ്പം ഫ്ലോറിങ് ചെയ്യണം, പക്ഷേ അതിനുള്ള പൈസ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ കോമഡി ഫെസ്റ്റിവലിൽ മത്സരിക്കുന്നതും. ആ സമയത്ത് ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റും ഉണ്ടായി, കുട്ടികളില്ലാത്തതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ടായി. അപ്പം ഇതിന്ന് കോമഡി ഫെസ്റ്റിവലിൽ വന്ന സമയത്ത് പിന്നെ പ്രോഗ്രാമിന് 300 രൂപ എന്നുള്ളത് പിന്നെ ഒരു 3000ആയി. കുറച്ച് കണാരനൊക്കെ വന്നതിന് ശേഷം ഒരു 3000ആയി. അങ്ങനെ ആ സമയത്താണ് കണാരന് സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കിട്ടുന്നത്. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കിട്ടി. പിന്നെ അതിൻ്റെ മുന്നേ ഈ കോമഡി ഫെസ്റ്റിവലിൽ ബെസ്റ്റ് കൊമേഡിയനുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പം ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നിർത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും, അപ്പോൾ അതിനൊരു 1.5 ലക്ഷമൊക്കെ വരും. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ചിലപ്പം ഫസ്റ്റിലെ സെക്കൻഡെങ്കിലും കിട്ടും, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തൽക്കാലം ട്രീറ്റ്മെൻറ്റ് നിർത്താം, എന്നിട്ട് കിട്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രാൻഡ് ഫിനാലെയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ എനിക്ക് ബെസ്റ്റ് കോമഡിയൻ അവാർഡ് കിട്ടി. തിരിച്ച് ഇവിടെ വന്ന് ഞാൻ ഒരു പ്രോഗ്രാമിന് പോകും. അപ്പം നമ്മൾ പറഞ്ഞ് എനിക്ക് ഒന്ന് ഒരു പ്രഗ്നൻസി കിറ്റുമോ? ഞാൻ പറയും എന്ത് കാര്യത്തിന്, ഒരു കാര്യമില്ല, ഇത് എല്ലാ മാസവും ഞങ്ങളിതിങ്ങനെ വാങ്ങും, വെറുതെ ഞാൻ പൈസ അല്ല വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോഗ്രാം മുമ്പ് രാത്രി 2 മണി 3 മണിക്കൊക്കെ വരുന്ന പ്രോഗ്രാം കഴിഞ്ഞിട്ട് അന്നൊരു സ്കൂട്ടറാണ്, പിന്നെ ഒരു ആക്സസ്. അങ്ങനെ വന്നപ്പം ഞാൻ പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. അങ്ങനെ അന്ന് പിറ്റേന്ന് രാവിലെ ഈ ഡോക്ടർ എടുത്ത്, അപ്പം ബബിൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, മറ്റേ ബേബിയിൽ ഉള്ള ഡോക്ടർ എടുത്ത്. അപ്പോൾ അന്ന് ആ ഡോക്ടറില്ല. പിന്നെ അപ്പം ഡോക്ടറെ വേറെ കൂടുതലുള്ള ഡോക്ടറുണ്ട്. പറഞ്ഞാൽ ബബിൻ ഇവിടെ ഇല്ല, വരുമ്പോഴേക്ക് ഞാൻ സ്കാൻ ചെയ്ത് ഒരു സംഭവം ഇതുണ്ട്, ഓക്കെയാണ്, ബബിൻ വരുമ്പോഴേക്ക് ഹാർട്ട് ബീറ്റ്സൊക്കെ വരുന്ന പറഞ്ഞു. അങ്ങനെ ആക്സസിലാണ് അന്ന്. അന്നിൻ്റെ അടുത്ത് കാറില്ല. പിന്നെ ആ സമയത്താണ് പിന്നെ ഈ ഇതിൻ്റെ പൈസ കിട്ടി. അപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് ഹാൻഡ് 800. അപ്പോൾ ഇവിടെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വെച്ചിരുന്ന പൈസ ഏതായാലും ചിലവായില്ല. അങ്ങനെ അപ്പം ഒന്ന് സേഫായിട്ടൊന്ന് വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ അപ്പം അങ്ങനെ 800. മോനെ പ്രസവിച്ചിട്ട് ആ 800-ലാണ്. പിന്നെ മോൻ വന്നേരം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അടുത്തൊരു സിനിമ വന്ന്, പിന്നെ ആ സിനിമ കഴിഞ്ഞ് ഉത്സാഹ കമ്മിറ്റി എന്ന് പറഞ്ഞ ഫസ്റ്റ് സിനിമ വന്ന്. പക്ഷേ അത് സിനിമ അങ്ങനെ ഓടിയതൊന്നുമില്ല, അക്കു അക്ബറിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ അപ്പം പിന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളിച്ചതിൻ്റെ ഒരു സാഹചര്യം എന്താ, എങ്ങനെയായിരുന്നു അതിൻ്റെ? അത് പിന്നെ നമ്മളെ GS അനിലേട്ടല്ലേ, GS അനിലേട്ടനാണ് എൻ്റെ ഒരു ഫ്രണ്ട്, രാജീവ് V4U. അപ്പം ഞാനൊരു പിന്നെ ഫസ്റ്റ് അഭിനയിച്ച പടം ശരിക്കും ഇറങ്ങിയില്ല എന്നുള്ള ഒരു 3 ദിവസം ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടായി ഇവിടെ പേരാമ്പ്ര ഭാഗത്ത് വെച്ചിട്ട്.
ആ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നത്. അങ്ങനെ അക്കു അക്ബർ സാറ് നമ്പർ തന്ന് എന്നോട് തിരിച്ച് വിളിക്കാൻ പറഞ്ഞ് ഞാൻ വിളിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു ഹരീഷ് ഇങ്ങനെ ഒരു പടം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹരീഷിൻ്റെ ആ കണാരെന്ന് പറഞ്ഞ ക്യാരക്ടർ ഞങ്ങളിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ തന്നെയാണ് സിനിമയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഹാപ്പി. അങ്ങനെ പോയി കണ്ട് സംസാരിച്ച് അതാണ് ഉത്സാഹ കമ്മിറ്റി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ദിബിൽ ദേവ് എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേറ്റ് ഉണ്ടായി. അപ്പോൾ ദിബിലായിട്ട് ഭയങ്കര കണക്ഷനായി. അങ്ങനെ നമ്മളെ അതേപോലെ പ്രൊഡ്യൂസർ അരുൺ ഘോഷായിട്ട് അല്ലേ ഒരു ദിവസം ദിബിൽ എൻ്റെ മറ്റേ സപ്തമസ്ത്രീ തസ്കര എന്ന് പറഞ്ഞൊരു പടം അതിന് ശേഷം ഇറങ്ങി. അത് ഭയങ്കര ആ തുരങ്കം കുഴിച്ചു പോണ കള്ളന്മാരെ വെളിച്ചത്തിൽ പോലും അല്ല പക്ഷെ അത് ഭയങ്കര വൈറലായി, ഭയങ്കര തിയേറ്ററിൽ കയ്യടി കിട്ടി. ആ പടം 100 ദിവസം ഓടി. പക്ഷേ എനിക്ക് വേറെ പടമൊന്നും വന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ സുരാജേട്ടൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് ഖത്തറിൽ പോയ സമയത്ത് സുരാജേട്ടൻ എന്നോട് പറഞ്ഞു, എടാ ആ പടത്തിൻ്റെ കൂടെയാണ് ഒരു പടവും കൂടി വന്നാൽ കയറിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞാൽ വരണ്ടേ, ഒന്നും വന്നില്ല. ഒരു ദിവസം എൻ്റെ അരുൺ ഘോഷ് ഇതേപോലെ രാത്രി വിളിക്കുന്നത്, ഹരീഷേ ഒരു 8 മണിയൊക്കെ ഉണ്ടോ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാം. ഞാൻ പറഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാം, ഇന്ന് നാളെ രാവിലെ കായംകുളം എത്തുകയാണ്. രാവിലെ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് നമ്മളൊരു ജനശതാബ്ദിയിൽ ഞാൻ അറിയുന്ന ടി ഉണ്ട് ഷിനോജ് എന്ന് പറഞ്ഞിട്ട് മുപ്പരെ വിളിച്ചിട്ട് എനിക്ക് ഷിനോജ് രാവിലെ ഒന്ന് ഒരു ടിക്കറ്റ് ശരി ഹരീഷ് വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ കായംകുളത്തിന് വിനീത് ശ്രീനിവാസൻ്റെ സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടക്കുക. അങ്ങനെ വിനീതേട്ടൻ്റെ അടുത്ത് എന്നെ പരിചയപ്പെടുത്തി ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സീന് ഞാൻ മലയ്ക്ക് പോകാൻ മാലട്ടൊരു സ്വാമിയാണ്. അപ്പം ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഇവർ 2 പോലീസുകാരും വിനീതിനെ കള്ളനായിട്ട് വണ്ടി കയറുന്നു. അപ്പോൾ എൻ്റെ ഡയലോഗ് എല്ലാവരും കൂടി കുളിച്ച് കൂറിയും തൊട്ട് എങ്ങോട്ടാണ് രാവിലെ തന്നെ പോണത്. അപ്പോൾ അതിനൊരു ജോർജ് പറയും ഞങ്ങൾ ചുംബന സമരത്തിന് പോകാനാണ്, അതിന് മറുപടി വേണം. അപ്പോൾ അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനും ഒരു പേടി, ഞാൻ പറഞ്ഞ ഇതാവോ. അപ്പം ഞാൻ വിനീത് ഭായിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വിനീത് ഭായി ഞാൻ മലയ്ക്ക് പോകാൻ മാലട്ട് പോയി എന്ന് പറഞ്ഞാൽ പോരെയെന്ന് ചോദിച്ചു. വിനീതിന് പെട്ടെന്ന് കത്തിയാത് പക്കയാണ് ഹരീഷ് ഭായി. അപ്പോൾ ഇവർക്ക് ആരും അത് ഓക്കെയാണ്, അത് ഓക്കെയാണെന്ന് പറഞ്ഞു. കറക്റ്റാണ്. ചുംബന സമരത്തിന് പോയെന്ന് പറഞ്ഞാൽ ഞാൻ മലയ്ക്ക് പോകാൻ അല്ലേ വരേനെന്നുള്ളതാണല്ലോ. അതിന് തിയേറ്ററിൽ അരുൺ ഘോഷിനെ വിളിച്ചിട്ടാണ് തിയേറ്ററിൽ ഒരൊറ്റ ഡയലോഗിന് കയ്യടിയിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ, ഭയങ്കര കയ്യടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞു ഹരീഷ് നമ്പറൊന്ന് കേട്ടോ. അപ്പോൾ എനിക്കും നമ്പർ തന്ന്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷ കൂടി. അപ്പോൾ അന്ന് ഈ 3 ദിവസം അഭിനയിച്ചിട്ട് കിട്ടുന്ന പേയ്മെൻറ്റ് എത്രയാണ് അറിയാം? 10,000 ഉറുപ്പ്യാണ്. കായംകുളം പോയി, കണ്ണൂർ പോയി 3 ദിവസമല്ല. അപ്പോൾ നമ്മൾ തിരക്കില്ലാത്ത ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ലൊക്കേഷൻ 6 മണിക്ക് ചെല്ലേണ്ടി വരും, വൈകുന്നേരം ആയിരിക്കും ഷൂട്ട് ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്നു. അങ്ങനെ ഒരു ദിവസം നമ്മളെ ഞാൻ പറഞ്ഞില്ല മറ്റേ അക്കു അക്ബർ സാറെ ഉത്സാഹ കമ്മിറ്റിയിൽ ഡിബിൽ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ്, ഡിബിൽ എന്നെ വിളിക്കുന്നത് ഹരീഷേ നമ്മളെ ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞിട്ട് വിനീതിൻ്റെ കൂടെയുള്ള ഒരു ഡയറക്ടറുണ്ട്, അസിസ്റ്റൻ്റ് ഡയറക്ടർ, പുതിയ പടം ചെയ്യാണ്, കുഞ്ഞരാമായണം എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പം ഹരീഷ് ഒന്ന് ബേസിൽ വന്ന് കാണുന്നു. അങ്ങനെ ഞാൻ ബേസിലിന് ചെന്ന് കണ്ട്. അപ്പം ബേസിൽ 1-2 സീനൊക്കെ അഭിനയിപ്പിച്ച്. അപ്പം ബേസിൽ ചുമരിൻ്റെ മേലെ ഓരോ ക്യാരക്ടറുടെ ഇതിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ കൗട്ടർ ഹരീഷ് കണാരെന്ന് പറഞ്ഞിട്ട് ഹരീഷ് എന്നാണ്, ഹരീഷ് പെരുമണ്ണ എന്നാണ് അന്ന് അവിടെ വെച്ച്. അത് കഴിഞ്ഞ് ഇവർ ബേസിൽ വിനീതിൻ്റെ അടുത്ത് മദ്രാസിൽ വീണ്ടും എന്തോ സ്ക്രിപ്റ്റ് എന്തോ വായിക്കാൻ വേണ്ടി ചെല്ലിന്. അവിടുന്ന് ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ വിനീത് ഭായി പറഞ്ഞ കൗട്ടർ രതീഷ് ഹരീഷ് ഭായിനെ കൊണ്ട് ചെയ്യിക്കും. ഇത് ബേസിൽ പറയാതെ തന്നെ പറഞ്ഞു. അപ്പം വിനീത് അവിടുന്ന് ഇത് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഇത് മാറ്റേണ്ടി വരും. പക്ഷെ ബേസിൽ ഇത് പറയുന്നതിന് മുന്നേ വിനീത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇത് പറഞ്ഞു പക്ക. അങ്ങനെ അതാണ് കുഞ്ഞിരാമായണം. 10-25 ആദ്യം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് വന്നു. പിന്നെ ഇതിൽ ട്രാക്സ് വണ്ടിയുണ്ട് ജീവിതത്തിൽ എപ്പോഴും. വണ്ടി പക്ഷെ ഇതൊക്കെ ഓടിക്കാൻ അറിയണോണ്ട് ഭയങ്കര ഇതായി കിട്ടോ. മറ്റ് ട്രാക്സ് ഓടിക്കാൻ അറിയില്ല പറഞ്ഞാൽ ആ ക്യാരക്ടർ നിർബന്ധമാണ്. കാരണം അത് ഭയങ്കര സിമ്പിളായിട്ട് ഓടിച്ച് നമ്മൾ ഇപ്പോൾ എത്രയോ കാലം ഇത് ഓടിച്ച് പരിചയമുള്ള ഒരാൾ ഓടിക്കുമ്പോൾ ഓടിക്കണം. ആ ഒരു ഷോട്ടിലൊക്കെ ഇങ്ങനെ വന്ന് കൂളായിട്ട് നിർത്തിയിട്ട് ഡയലോഗ് പറയുന്ന സീനൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ കുറേ ഈ ഓട്ടോറിക്ഷ ഇതൊക്കെ ഓടിച്ചുകൊണ്ട് വണ്ടി ഒരു പെട്ടെന്ന് കയ്യിൽ ഒതുങ്ങും.
അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിലൊക്കെ ഒരു സിനിമാ നടനായിട്ട് അറിയപ്പെട്ടു. ആ സിനിമ കഴിഞ്ഞ് ആ സിനിമ വന്ന് അത് കഴിഞ്ഞ് അപ്പം തന്നെ അവിടുന്ന് ഞാൻ ബിജു മേനോനെ പരിചയപ്പെട്ട് അത് ബിജുവേട്ടൻ അടുത്ത പടം സാൾട്ട് വെങ്കോട്ടറി അബ്ഡി എന്ന് പറഞ്ഞ അടുത്ത പടത്തിൽ അതിൽ ആ മെഡിക്കൽ സ്റ്റോറിൽ അത് ത്രൂ ഔട്ട് വന്ന് അത് ഈ കുഞ്ഞിരാമായണം റിലീസ് ചെയ്ത് അപ്പം ഞാൻ ഇവിടെ രാജമാറ്റിയാഹു എന്ന് പറഞ്ഞ ചാക്കോച്ചൻ്റെ പടം കോഴിക്കോട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തുണ്ട് അജൂറീസ് വിളിക്കുന്നത്. അപ്പോൾ അജുവായിട്ടൊക്കെ ഞാൻ പരിചയമായി. പിന്നെ അപ്പം ഒരു പടം നടക്കുന്നുണ്ട് ദിലീപേട്ടൻ്റെ രഞ്ജിത്തേട്ടൻ രഞ്ജിത്തേട്ടൻ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്തേട്ടൻ വിളിച്ച് എന്നോട് പറഞ്ഞു, ഹരീഷ് എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ട്, രാത്രിയാണ് ഷൂട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് എത്ര മണി വരെ ഷൂട്ട്? ഞാൻ പറഞ്ഞു 2 മണി വരെ ഷൂട്ടുണ്ട് രാത്രി. അവിടെ ഒരു വണ്ടി വരും, അതിൽ കയറി എറണാകുളത്തേക്ക് പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ എറണാകുളത്ത് ചെല്ലിന് പിറ്റേന്ന് രാവിലെ ലൊക്കേഷനിൽ ഞാൻ ദിലീപേട്ടൻ്റെ ഫാനാണ്. ഷാഫി സാറ പടം 2 കൺട്രീസ്. അതിൽ സലീമേട്ടൻ എന്താ പെട്ടെന്ന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ദിലീപേട്ട ഈ കുഞ്ഞിരാമായണം കണ്ടിട്ടുണ്ടായി. അപ്പോൾ അജുവിനോട് ചോദിച്ചാണ് ഇതാരാണ് ആള്. അപ്പം എന്നാൽ അയാൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഷാഫി സാറ് അങ്ങനെ പറഞ്ഞ് എല്ലാവരും ചർച്ച ചെയ്ത് അങ്ങനെ എന്നെ വിളിച്ചതാണ്. അതിൽ സാജൻ കൊയിലാണി എന്ന് പറഞ്ഞ ബ്രോക്കർ. അതും കഴിഞ്ഞപ്പോൾ ദിലീപേട്ടന് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ കാര്യമുണ്ട് കേട്ടോ. ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ ആളൊക്കെ ആയിരുന്നു. ഇവിടെ ദിലീപിൻ്റെ പടങ്ങളൊക്കെ വരുമ്പോൾ മാല ചേർത്താനൊക്കെ അല്ലേ, പോസ്റ്ററിൽ മാല ചേർത്താൻ പോരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി രാജാവെന്ന് ഈ ഓട്ടോറിക്ഷയ്ക്ക് പേരിട്ട് അത്രയും വലിയ ഫാനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ദിലീപിനും അറിയാമായിരുന്നു ഇത്ര വലിയ ഫാനെയാണ് നമ്മൾ. അത് ഞാൻ എന്നിട്ട് പറഞ്ഞില്ല. അപ്പം ഇവിടെ പിന്നെ രൂപേഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫാൻസിൻ്റെ രൂപേഷ് വിളിച്ചിട്ട് ദിലീപേട്ടനെ പറഞ്ഞു, ഇപ്പോൾ അവിടെ അഭിനയിച്ചുകൊണ്ടൊക്കെ നിങ്ങളെ ഫാനാണ് കേട്ടോ, ഭയങ്കര ഞങ്ങളുടെ കൂടെ ഇങ്ങനെയൊക്കെ എന്നെ വാഴ വെട്ടി തിയേറ്റർ അലങ്കരിക്കലും ഫുൾ പരിപാടിയായിട്ട് നടന്ന ആളാട്ടോ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ ആ കണ്ണിൽ വെള്ളം പറഞ്ഞു. ഭയങ്കര ദിലീപേട്ടൻ പറഞ്ഞിടാ ഈ സിനിമയിൽ ശ്രദ്ധിക്കുന്നത്. ഞാൻ സിനിമയിൽ ശ്രദ്ധിക്കണേ ഞാൻ മനസ്സിൽ വിചാരിച്ചു സിനിമ ഞാൻ അടുത്ത പടം വന്നില്ല. 2 കൺട്രീസ് ഇറങ്ങിയപ്പോഴേക്ക് അടുത്ത കിങ് ലെയറിലേക്ക് ദിലീപേട്ടൻ തന്നെ വിളിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ത്രൂ ഔട്ട് പരിപാടി. അപ്പോൾ ഏത് ശരിക്കും സിനിമയാണിനി, ഇപ്പം ഞാൻ സിനിമയിലാണിനി എന്ന് തോന്നിയത് ഏത് സിനിമ വന്നു കഴിഞ്ഞപ്പോഴാണ്? സിനിമയിലാണെന്ന് പിന്നെ ഇത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അടുത്ത പടം മറ്റേ കിങ് ലെയർ കഴിയുമ്പോഴേക്ക് പിന്നെ ഒപ്പം വന്ന്, ഒപ്പത്തിൻ്റെ കൂടെ തന്നെ മരുഭൂമിയിലാണ് കഴിയുമ്പോഴേക്ക് സ്വർണ്ണക്കടവ് വന്ന്, അങ്ങനെ സ്വർണ്ണക്കടവ് കഴിയുമ്പോഴേക്ക് സെൻട്രൽ ജയിൽ, അങ്ങനെ പിന്നെ അതായി സിനിമയായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്നസെൻ്റ് ഏട്ടനെ നമുക്കൊരിക്കലും തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹരീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിഷ്കളങ്കമായൊരു മുഖവും ഇവിടുത്തെ സംഭാഷണമുള്ളൂ. അതൊരു വളർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് തോന്നിയിട്ടുണ്ടോ? വളർച്ചയ്ക്ക് പിന്നെ അതിൽ പിന്നെ ചില സിനിമ അത് ഞാനാകെ പിന്നെ ഒന്ന് പുത്തൻപണം എന്ന് പറഞ്ഞ പടം കാസർഗോഡ്. അപ്പം അതിൽ രഞ്ജിത്തേട്ടനാണ് ഡയറക്ടർ. ഞാൻ രഞ്ജിത്തേട്ടൻ്റെ പടത്തിൽ ആദ്യമായിട്ട് അപ്പം ഞാൻ എന്നോട് പറഞ്ഞു കാസർഗോഡാണ് പറയേണ്ടത്. അസോസിയേറ്റ് വന്നിട്ട് ഞാൻ ആകെ തരുത്തിരിക്കുക, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഒന്ന് രഞ്ജിത്തേട്ടനെ പറഞ്ഞു കോഴിക്കോട് പറഞ്ഞാൽ പോരെ. അങ്ങനെ ദൈവം രഞ്ജിത്തേട്ടൻ്റെ അടുത്ത് പറയുന്നത് ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്. അപ്പം മമ്മൂക്ക വന്ന് രഞ്ജിത്തേട്ടൻ ഓപ്പണായി മമ്മൂക്ക അവൻ കാസർഗോഡ് പറയണമെന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത്. മമ്മൂക്കനോട് ഞാൻ എന്തൊക്കെ ഭാഷ പറയുന്നത് ട്രൈ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ പിന്നെ ആണ് കാസർഗോഡ് മറ്റേ നമ്മളതായിട്ട് കുറച്ചൊരു ബന്ധമുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അത് മാത്രമേ ഞാൻ മാറ്റി പറഞ്ഞ ഒരു പടമുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു തിരുവനന്തപുരം ഭാഷ പറയണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ തിരുവനന്തപുരത്ത് എത്തൂല്ല, തൃശ്ശൂരട്ട് ഇറങ്ങേണ്ടി. പക്ഷേ എങ്കിൽ പോലും മിമിക്രി കൊണ്ടാടുന്ന ആളെന്നുള്ളതിലേക്ക് അത് പറ്റേണ്ടതാണ്. പിന്നെ മമ്മൂക്ക പറയുന്ന പെർഫെക്ഷനിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതെ ശരിയാണ്, സത്യം. അപ്പോൾ അത് ശരിക്കും പറ്റേണ്ടതാണ് കേട്ടോ. കാരണം ആ ഒരു പരിമിതിയായി പോകരുതല്ലോ, നമ്മൾ ഈ ഭാഷ മാത്രം ഒരു പരിമിതിയായിട്ട് പോകരുത്. അതുപോലെ ഇതുപോലെ ഈ അഭിനയത്തിൻ്റെ അങ്ങനെ വലിയ മുൻപരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോരോ ഞെട്ടിക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് വിളിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകാറുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയല്ലേ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു ഇത് ചെയ്തത് പിന്നെ രക്ഷാധികാരി ബൈജൂരുള്ളൊരു അതാണൊരു വെറൈറ്റി ആയിട്ടുള്ള ഇത് ഇപ്പം എനിക്കെന്നെ തോന്നിയത്. അപ്പം വേറെ അങ്ങനത്തെ എപ്പോഴും എല്ലാവരും വിളിക്കും, ഹരീഷിനെ വിളിക്കും കോമഡി. ഇനിയിപ്പം ചില ആൾക്കാർ ഇത് നമ്മളിപ്പം ഞാൻ പല സ്ഥലത്തുനിന്നും ഞാൻ നിങ്ങൾ ചെയ്തോളൂ ഞാൻ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് പിന്നെ അത്രയും ചളിയേക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ഫുൾ തെറിവിലിരിക്കുക, ഇയാൾ ഔട്ടാവേണ്ട സമയം കഴിഞ്ഞ് മറ്റാണ് മറിച്ചാണ്. പക്ഷെ ഇത് ഡയറക്ടേഴ്സോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ ഇവർ പറയുന്നത് എന്താ അറിയോ, അത് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ.
ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ വേണ്ട. അപ്പം ഞാൻ പല സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ നിർബന്ധം പിന്നെ പിന്നെ ഞാൻ വിചാരിക്കും നമ്മളെ പണിയല്ലേ, നമ്മൾ പൈസ വാങ്ങാൻ ഇവർ പറയുന്നത് കേൾക്കുക, അല്ലാതെ വേറെ നമ്മൾ ഡേറ്റും കൊടുത്തു ഓക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഓഡിയൻസിനൊന്നും പലർക്കും അറിയില്ല. അതിപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവർ നിർബന്ധിച്ച് പറയിപ്പിക്കാന്നുള്ളത്. ഒരു കാര്യം ഞാൻ ഇനി എന്ത് ചളി പറഞ്ഞാലും ആൾക്കാർ ചളി അല്ലാതാകുകയും അല്ലേ നമ്മുടെ ഒരു എടുത്തോളൂ എന്നുള്ളതാണ്. ശരി. പക്ഷെ അതല്ല അതിൻ്റെ സത്യം. പക്ഷേ ഹരീഷ് ശരിക്കും നിത്യജീവിതത്തിൽ വലിയ തമാശക്കാരനല്ലല്ലേ? തമാശക്കാരനല്ല. അല്ല. അത് എനിക്കൊന്ന് ഈ ഹാസ്യം അഭിനയിക്കുന്ന പലരുടെയും കരുതി അങ്ങനെ. ഇപ്പോൾ ജഗതിച്ചേട്ടനൊക്കെ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ എന്നിട്ട് ഇതെങ്ങനെ ഇത് ഭയങ്കര ഫ്ലോയുമാണ്. ഇപ്പോൾ ഈ ദിനചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉടമയായിട്ട് അഭിനയിച്ചൊരു സിനിമയുണ്ട്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. സലീമേട്ടനും സലീം കുമാറും ഒക്കെ ഉള്ളൊരു സിനിമ ആകാശം കറ്റു. അതല്ലേ? അതിലൊക്കെ എന്ത് ഫ്ലോ. ഞാൻ എപ്പോഴും കാണുമ്പോൾ ഇതെങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രസമായിട്ട്. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കോളേജ് ഉടമയായിട്ടുള്ള അല്ലേ? അപ്പോൾ അതിങ്ങനെ ഈ പറഞ്ഞാൽ മിമിക്രിയുടെ ഒരു ഇതുണ്ടല്ലേ, ഇങ്ങനെ ഇത് ഡയലോഗ് കാണാതെ പഠിച്ച് പറയാൻ പറ്റുന്നില്ല. അത് ഞാൻ നമ്മൾ അധികം നമ്മൾ ഈ ലൈവാണല്ലോ, എല്ലാ സ്കിറ്റും ഞങ്ങൾ ലൈവാണ് ചെയ്യുക, റെക്കോർഡിങ് ഇല്ല. ഇപ്പോഴാണ് പലയിടത്തും നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഭയങ്കര ലോങ് ഓഡിയൻസ് ആകുമ്പം ലൈവ് ആകുമ്പോൾ ബാക്കിലേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പരിമിതി ഉണ്ട്. നമ്മൾ സ്റ്റേജിൽ നിന്ന് എക്സ്ട്രാ ഒരു സാധനം പറയാൻ പറ്റില്ല. ആ റെക്കോർഡിങ്ങിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും കളിക്കുന്നത് ലൈവാണല്ലോ. കോഴിക്കോട് ഞങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെയാണ് നമ്മളെ സ്റ്റേജ്. അപ്പം ഇവിടെയൊക്കെ ലൈവ് വയ്ക്കണം. ആൾക്കാർക്ക് നമ്മൾ ലൈവായിട്ട് പറയുന്നത് കേൾക്കാനാണ് അതിൻ്റെ. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ലൈവാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആ ഡയലോഗ് പഠിക്കൂല. ഇങ്ങനെ നോക്കി അതിൻ്റെ കണ്ടൻറ്റ് മാത്രം നോക്കിയിട്ട് ബാക്കി എൻ്റെ ഐഡിയക്കാണ് പറയുന്നത്. ആ സിനിമയിലും അങ്ങനെയാണോ? സിനിമയിലും അങ്ങനെയാണല്ലേ? എന്നാൽ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ആലോചിക്കും ഇതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ മറ്റേ കണാരനിലേക്ക് പോകണല്ലേ. കണാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്രിക്കാരൊക്കെ പൊതുവെ പറഞ്ഞ പോലെ എൻ്റെ ഒരു തോന്നൽ ഈ വായന അതൊക്കെ വളരെ കുറവുള്ളവരാണെന്നാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ താന്തിയാത്തോപ്പി തൊട്ട് വാഗൺ ട്രാജഡി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കി. അത് ഒന്ന് ദേവരാജൻ, ഞാൻ, നിർമ്മൽ, കബീർ എന്ന് പറഞ്ഞ CT കബീർ, ഞങ്ങളെ പ്രദീപ്, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതൊന്നും ഇവരൊക്കെ ഇപ്പം ഞാൻ മാത്രമേ ഞാനും നിർമ്മലാണ് SSLC, ബാക്കി എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. SSLC എത്ര മോശം ഡിഗ്രി അല്ലെന്ന് കണ്ട ശ്രീനേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതിനെ പറ്റി അറിയാം. പിന്നെ ഇതിൻ്റെ ഒരു ബന്ധമില്ലാത്ത കാര്യമാണല്ലോ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷേ അതൊരു സംഭവമായിരുന്നു കേട്ടോ കണാരൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ പറഞ്ഞ പോലെ ആ നോട്ടിലെ പടം വരുന്ന സംഭവമൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര രസമാണ്, നാച്ചുറലായിരുന്നു അല്ലേ? കണാരൻ ഇപ്പോഴും ഞാൻ ഇപ്പോൾ സൗദിയിലൊക്കെ പോയി ചെയ്തിട്ടുള്ളൂ. അത് ഇതല്ല, ഇപ്പം ഞങ്ങൾ അവിടുത്തെ ഇതായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഇപ്പം ഞാൻ സൗദിയിലൊരു ഫുട്ബോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി. ഗ്രൗണ്ടിൽ കണാരൻ വന്നിട്ടാണ് ഉദ്ഘാടനം. കണാരൻ നമ്മളെ വിട്ടു പോകില്ല. കണാരൻ വന്നിട്ട് കണാരനായിട്ടുള്ള ഫുട്ബോളായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറേ തള്ളുകളും അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ ഒരു ചർച്ച ഉണ്ട് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച. ഞാൻ കേരളയിലും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? കേരളയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കേരള റെയിൽ, കണാരൻ റെയിൽ, അങ്ങനെ ഇതായി മൊത്തം പിടിച്ചെടുക്കുകയാണോ രാജ്യം മുഴുവൻ? അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊരു ഗംഭീര സംഭവമായിരുന്നു. അപ്പോൾ ഇത് ഈ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റം വന്നത്. അപ്പം ദിവസം 300 രൂപ മാത്രം വരുമാനം ഉണ്ടായിരുന്ന ആൾ, അതും ഈ പറഞ്ഞ അന്നൊരു പ്രേമമുണ്ട്, എങ്ങനെ ഇതൊരു കല്യാണത്തിലേക്ക് എത്തുമോ, ഈ ഒരു ജോലിയും കൊണ്ടൊക്കെ നടന്നാൽ എന്തായിത്തീരുന്നൊക്കെ ആലോചിച്ചിരുന്ന ആളിൽ നിന്ന് ഇപ്പം മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും അറിയപ്പെടുന്ന ആളായി, പൈസയൊക്കെ ആയി, നല്ല വീടായി. എന്തൊരു വലിയ മാറ്റം ജീവിതത്തിൽ തോന്നുന്നത്. ഇതൊക്കെ തന്നെ അല്ല ഞാൻ ചോദിച്ചത്, അതൊരു ഒരിക്കലും ഒരു സിനിമ കാണാൻ ആഗ്രഹിച്ചിട്ടുമില്ലല്ലോ. അപ്പോൾ ഇതൊരു ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന എന്തെങ്കിലും ചെറിയ സൂചന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കാനും സിനിമ കാണാനും ഒക്കെ, സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ എല്ലാ സിനിമയും പണ്ട് ചെറുപ്പം അച്ഛൻ്റെ കൂടെ പോയിട്ട് ഒരുവിധം സിനിമകൾ മൊത്തം കാണും. അച്ഛനെ കൊണ്ടുപോയി കാണിക്കും ചെയ്യും. പിന്നെ അപ്പം സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്. സിനിമയിൽ എങ്ങനെ അഭിനയിക്കാൻ എത്തും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ടീച്ചർ ചോദിച്ച് ഓരോരുത്തരോട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന്. എന്ത് കണ്ട് പറഞ്ഞതെന്നുള്ളത് എനിക്കും അറിയില്ല. അപ്പം പിന്നെ
ഈ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ആ സിനിമയിലേക്കുള്ളൊരു. കാരണം എല്ലാവരും അന്ന് എപ്പോഴും നമ്മൾ ഈ കലാഭവനിൽ വന്നു കഴിഞ്ഞാൽ സിനിമയിൽ കയറാം എന്നുള്ളതാണ്. അപ്പോൾ കലാഭവനിൽ കിട്ടാനുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല ഞാൻ. ഇല്ല. പിന്നെ അതുമല്ല, പിന്നെ നമുക്ക് എങ്ങനെ നമ്മൾ ഒരു പെർഫോം ചെയ്യാനുള്ളൊരു ഇത് വേണ്ടേ അപ്പം അധികം ഞാനൊക്കെ മറ്റേ വിനോദ് കോവൂർ, പിന്നെ നിർമ്മൽ, ദേവൻ, ഞങ്ങളെല്ലാവരും കൂടി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അപ്പം ആ കൂട്ടത്തിൽ 2-3 നടന്മാരെ ഞാനും ചെയ്യും. അപ്പോൾ ചെറിയ സ്കിറ്റിൽ 1-2 ചെറിയ സ്കില്ലിൽ വന്നു പോകും. ഇതാണ് നമ്മളെ പ്രോഗ്രാമിൽ വരുന്നത്. അപ്പം അന്ന് ഇപ്പം മെയിനായിട്ട് കോമഡി ചെയ്യുന്ന ഒന്ന് വിനോദേട്ടൻ വരയ്ക്കാണ്. അപ്പം ഞങ്ങളൊക്കെ വിനോദേട്ടൻ്റെ കൂടെ ഉള്ള ആൾക്കാർ, വിനോദ് കോവൂർ. അപ്പം പിന്നെ അങ്ങനെ വിനോദേട്ടൻ മറിമായത്തിലേക്ക് വന്ന് അത്യാവശ്യം ഫെയിമായി. ആ സമയത്താണ് കോമഡി ഫെസ്റ്റിവലിൻ്റെ ഒരു ഇത് അനൗൺസ്മെൻറ്റ്, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, അപ്പോൾ അതിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, സനൽ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് വെറുതെ 1-2 എപ്പിസോഡിൽ പോകാം. വിനോദേട്ടൻ ഓൾറെഡി മറിമായത്ത് പോയല്ലോ. അപ്പം നിർമ്മൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹരീഷിനെ കൂട്ടി പോകാം. അപ്പം ഞാനന്ന് മിമിക്രി ഒന്നുമില്ല. ഇവർ പ്രോഗ്രാമിന് പോകുന്നു. ഇവർ അമൃത ചാനലിലൊക്കെ വന്ന്, നിർമ്മൽ, ദേവൻ, വിനോദ് ഗോവരും ഒക്കെ വന്ന്. അപ്പോൾ ഇവർക്ക് പ്രോഗ്രാംസായി. അപ്പം ചാനൽ ഫെയിം ഇല്ലാത്ത ഒരാളെ, ഞാൻ ചാനൽ ഫെയിം അല്ല, എന്നെ ആൾക്കാർ ഓൾറെഡി പറയൂല. അപ്പോൾ അപ്പം ഞാൻ പെയിൻറ്റിങ്ങും ഈ ഓട്ടോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്. അപ്പം പിന്നെ വിനോദേട്ടൻ ഇങ്ങനെ മറിമായത്തിലേക്ക് പോയി. ആ സമയത്ത് ഇങ്ങനെ ഒരു വന്നപ്പോൾ നിർമ്മലാണ് പറഞ്ഞത് ഹരീഷിനെ വിളിക്കുമ്പോൾ. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഈ രംഗത്തേക്ക് വരുന്നത്. മറ്റ് ഞാൻ മിമിക്രി വിട്ട്, കാരണം മിമിക്രി പരിപാടി ഇല്ലാതെ മിമിക്രി എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരും വീട്ടുകാരും മൊത്തം പറയും ഇപ്പോൾ മിമിക്രി ആയിട്ട് നടക്കില്ല, ഒരു ഇതുമില്ലാതെ വേറെ എന്താ. മുന്നേ പല സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, ബ്രോക്കർ ഓഫീസിൽ, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വർക്ക്ഷോപ്പിൽ, 2-വീലർ വർക്ക്ഷോപ്പിൽ സ്പ്രേ പെയിൻറ്റിങ് പഠിക്കാൻ, ഇപ്പോൾ സ്പ്രേ പെയിൻറ്റിങ്, അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടാക്കിയിട്ട് അവിടെ നിന്നൊക്കെ ഞാൻ ഈ മിമിക്രി പേരും പറഞ്ഞിട്ട് പ്രോഗ്രാമിന് പോകും. ലീവാകും, പിറ്റേന്ന് വരണ്ടെന്ന് പറയാം. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഒരു ഓപ്ഷൻ കിട്ടിയ ഒന്ന് ഓട്ടോ, പിന്നെ പെയിൻറ്റിങ് എപ്പോൾ വേണമെങ്കിൽ ലീവാക്കാം, പൈസ ചെല്ലുമ്പോൾ ഒരു പൈസ കിട്ടും. ഇൻഡസ്ട്രിയൽ വർക്ക് എല്ലാ പണിക്കും പോയിട്ടുണ്ട്. കൽപ്പണിക്ക്, കോൺക്രീറ്റ്, അങ്ങനെ ഒരുവിധം പരിപാടിക്ക് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ പണ്ടേ മരിച്ചു, വേണമെങ്കിൽ ഇത്തരം ജോലിയൊക്കെ നടക്കുമ്പോൾ അലമ്പായി പോകാം. പക്ഷേ അലമ്പായി പോകാറുന്നത് ഈ ഒരു പ്രേമമാണോ അതിൻ്റെ ഒരു കാരണം? പ്രേമം ലാസ്റ്റ് ഇവൻ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. ഇവനെ ഒന്നും കൂടി SSLC പാസ്സാക്കിയിട്ട് ഇവനെ അച്ഛൻ്റെ പുറത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെ ദുബായിൽ എവിടെയെങ്കിലും പറഞ്ഞേച്ച് എന്തെങ്കിലും പണി ഇതാക്കാം. അപ്പം അങ്ങനെ രണ്ടാമത് SSLC എഴുതാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് ഇപ്പം വീട്ടിൽ 2 പിള്ളേരായിട്ടിരിക്കുന്നത് അല്ലേ? ഞാൻ വെച്ചാൽ അവർ അച്ചടക്കം ജീവിതത്തിൽ അതിനുശേഷം വന്നു ആ ഒരു പ്രേമം 10 വർഷത്തെ. ഞാൻ അപ്പോഴും ഈ പൈസ അങ്ങനെ അനാവശ്യമായിട്ട് അതാവുന്നില്ല. പണിക്ക് പോണ്, കാര്യങ്ങളിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ പ്രേമം കൂടി ആയപ്പോൾ പിന്നെ ഒന്നും കൂടി അതൊരു ഉത്തരവാദിത്തം ആയി. അപ്പം എത്രയും പെട്ടെന്ന് വീടുണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും സമയത്ത് കാമുകി തേക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ അതിൻ്റെ ഇടയ്ക്കുള്ള 10 വർഷത്തിൽ? ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇല്ല. കാരണം പല തരത്തിലും പല കല്യാണങ്ങളും ഒക്കെ വന്നിട്ട് ഇവളെ ഒരു തരത്തിലും പിടുത്തം കൊടുത്തില്ല. ഇവളെ ഒരു ചേച്ചി ഇപ്പോൾ അഡ്മിസസ് ആയിട്ട് ഇവിടെ റിട്ടയർഡ് ചെയ്ത്, പിന്നെ ഒരു ചേച്ചി സെയിൽ ടാക്സിലാണ്. അപ്പോൾ ഇവളി എങ്ങനെ ഒരു ഗവൺമെൻറ് ആരെ കല്യാണം കഴിപ്പിക്കാമെന്ന് കഴിക്കും. അവരെപ്പോഴും ഞാൻ പിന്നെ ഈ എപ്പോഴും പാലത്തിൻ്റെ മുകളിലുണ്ടാവും ഇവളെ ചേച്ചി സ്കൂളിൽ പോകുമ്പോൾ. ആ പാലമൊക്കെ ചരിത്ര സ്മാരകമായി കാണുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. അവൻ എപ്പോഴും വൈകുന്നേരം അവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ പോകുമ്പോൾ 10 മണിക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഇടയ്ക്ക് ഉച്ചയ്ക്കൊന്ന് വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നിട്ട് പിന്നെ അവിടെ തന്നെയാണ്. വേറെ പരിപാടിയൊന്നുമില്ല. പെയിൻറ്റിങ്ങിന് പോവുകയാണെങ്കിൽ തന്നെ 3 ദിവസം പോയ പൈസ ഇട്ടില്ല, പിന്നെ ബാക്കി കലക്കി കാണും, ഉണ്ടാവും. അതാണ് പരിപാടി. എന്തായാലും സത്യത്തിൽ ഭയങ്കര രസകരമായൊരു ജീവിതമാണ്. രസകരം മാത്രമല്ല, ഒരു പ്രചോദനം തോന്നുന്നൊരു ജീവിതം കൂടിയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് വരാം. വീടെന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും ഒരു സ്വപ്നം അല്ലേ? ആ കിടക്കുന്ന സാധനം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്ന വീടാണ്. പക്ഷേ ഇത്രയും വലിയ സെറ്റപ്പിലേക്ക് ആവുന്നതിന് മുമ്പ് തന്നെ സാമാന്യം നല്ലൊരു വീട് തന്നെയായിരുന്നു. ഞാനൊന്ന് ഇത് ചെയ്ത ജയമ്പരാത്തിക്കുളത്തിനൂടെ വന്ന് കണ്ടതാണ്. എന്താണ് ഈ ഒരു കേരള സ്റ്റൈൽ വീട്ടിലേക്ക് എത്താനുള്ള ഒരു കാരണം? ഇതെനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ഈ തറവാട് വീട് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു വീട് കാണുമ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കും. ശരി. പിന്നെ എൻ്റെ അച്ഛൻ്റെയൊക്കെ വീടൊക്കെ ഇതേപോലത്തെ വീടായിരുന്നു, തൊണ്ടയാട്. എൻ്റെ അച്ഛൻ മറ്റേ പപ്പുകാരൻ്റെ കൂടെ പഠിച്ചതാണ്.
അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു വീടിന് ഭയങ്കര അപ്പം എനിക്ക് താല്പര്യം ഉണ്ടായ കാര്യമില്ല, വൈഫിനും കൂടി അതായിട്ടൊരു ഇത് വേണം. ഓക്കും ഇങ്ങനത്തെ വീടാണ് ഇഷ്ടം. വീട് ശരിക്കും നമ്മളെ കേരളത്തിൽ നമ്മൾ പറ്റിയ കാലാവസ്ഥയ്ക്ക് പറ്റിയ വീട് ഇതാണ്. തണുപ്പൊക്കെ എപ്പോഴും അകത്തുണ്ട്. തണുപ്പ് ഇപ്പം ഞാൻ മുകളിൽ മൊത്തം മരത്തിനോട് പാക്ക് ചെയ്താൽ പണ്ടത്തെ തട്ടുംപുറം. അപ്പം അതുകൊണ്ട് AC ഒക്കെ ഓണാക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ചെറിയൊരു മഴ ചാറിക്കഴിഞ്ഞാൽ ഭയങ്കര കൂളിങ്. അപ്പോൾ ജയൻ്റെ അടുത്ത് ഇത് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് എന്തായിരുന്നു മനസ്സിലുള്ള ഒരു ഐഡിയ പറഞ്ഞത് എന്തായിരുന്നു? അപ്പം ഞങ്ങൾ 1-2 ആൾക്കാരെടുത്ത് ഇതിന് കുറേ പ്രാവശ്യം ഈ സാധനം ഇതിങ്ങനെ വരപ്പിച്ചിട്ടുണ്ടാവും, ഒന്നും ശരിയാവില്ല. ഇപ്പം മറ്റേ 3D ആണല്ലോ, വെച്ച പോലെ തോന്നും. അങ്ങനെ ഒരു തരത്തിലും ഇത് റെഡിയാവില്ല. അപ്പം എന്നോട് ദേവനാണ് പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ ഉള്ളത്. ദേവൻ പറഞ്ഞിട്ട് ആ ജേട്ടനെ വിളിച്ചാൽ പറയും ഇങ്ങനെ ഇതാക്കണം. അങ്ങനെ ഉണ്ടായിരുന്നോ നേരത്തെ? ജേട്ടനെ ഞാൻ നേരിട്ട് പരിചയമില്ല, അങ്ങനെ അറിയാമെന്നല്ലാതെ. അപ്പം ഞങ്ങളിങ്ങനെ ജയേട്ടൻ്റെ കുറേ വീഡിയോസ് എടുത്ത് നോക്കിയപ്പം ഇവള് പറഞ്ഞു പക്ക നമ്മൾ വിചാരിച്ച സാധനം കിട്ടും. അങ്ങനെയാണ് ജയേട്ടനെ വിളിക്കുന്നത്. ശരി. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ച നിർദ്ദേശങ്ങൾ എന്താണ് മനസ്സിലുള്ള എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമെന്നോ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം ഈ ചാരുപടി, അതുപോലെ ഈ ചാരുപടി ആദ്യം ഇവിടെ അന്ന് വൈകിട്ടും കണ്ടോ 2 ചെറിയ ചാരുപടി, ഇവിടെയാണ് സിറ്റ് ഔട്ട്, ഇവിടെ ഈ പോർച്ച് ചെയ്യുന്നു. ഈ പോർച്ച് ഇത് മൊത്തം സിറ്റ് ഔട്ടാക്കി, ഇവിടുന്ന് അങ്ങോട്ടും സിറ്റ് ഔട്ടാക്കി. ഈ ചാരുപടി എനിക്ക് നിർബന്ധം, എനിക്ക് 2 സൈഡ് അങ്ങനെ. പിന്നെ അതേപോലെ ഞാൻ ഇവിടെ ഈ ഭാഗം പാക്കടിക്കണമെന്നും വിചാരിച്ചില്ല. ഇത് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡ്രസ് വർക്ക് ചെയ്ത് ഇങ്ങനെ പിന്നെ ഓരോന്നും ചെയ്ത് വന്നപ്പോൾ ഓരോ ഐഡിയ കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും അകത്ത് പഴയ വീടുണ്ട്? പഴയ വീടുണ്ട്, കുറച്ചുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളിത് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് താമസം മാറ്റിയായിരുന്നോ? ഞാൻ ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറി. ശരി. ഇതിപ്പോൾ പക്ഷേ ദേവാസുരത്തിൽ ഇരിക്കുന്ന പോലെ ഇവിടെ ഇരിക്കാൻ കേട്ടോ, ചാരികസേരയിൽ അതുപോലെ ഗംഭീരമായിട്ടുണ്ട്. അതായാലും അതിനുശേഷം ഈ ഉൾഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇത്തരം വീടുകളുടെ ഇപ്പോൾ ഏറ്റവും പുതിയ വീടുകൾ വെച്ച് നോക്കുമ്പോൾ ചില പരിമിതികൾ വന്നേക്കാം ഇല്ലേ? അതൊന്നും പ്രശ്നമല്ല. അതായത് ഇപ്പം പിന്നെ എന്താ പറയുന്നത്, അടുക്കളയൊക്കെ ആയാലും ഒരു പഴയ വീടിൻ്റെ സ്റ്റൈലിലല്ലേ അടുക്കള നമുക്ക് ഇതിൽ പറ്റുള്ളൂ അല്ലേ? അതൊന്നും ഒരു പരിമിതിയായിട്ട് തോന്നിയിട്ടില്ല കേരള സ്റ്റൈൽ വീടുകളിൽ? ഇല്ലല്ലോ. അടുക്കള മാത്രമാണ് നമ്മൾ പുതിയത് ഉണ്ടാക്കിയത്. പിന്നെ അതും ഒക്കെ ആ സ്റ്റൈലിൽ പിന്നെ നമ്മളെ പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ അതിന് ഇവിടുന്ന് ഈ ലിവിങ്ങിൽ നിന്ന് അങ്ങോട്ട് വലിപ്പം കൂട്ടാൻ വേണ്ടി ഇവിടെ ഒരു കിളിവാതിൽ, അതിൻ്റെ മറ്റേ കിച്ചൺ ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്കൊരു കിളിവാതിൽ, പിന്നെ ആ കിച്ചൻ്റെ ഡൈനിങ്ങിൻ്റെ അവിടെ വലിയൊരു ജനൽ, അതൊക്കെ അതിനനുസരിച്ച് മാറ്റം വന്നപ്പം ആൾക്കാർ ഇത് പഴയ വീട് ഇങ്ങനെ ആണെന്നും പഴയ വീടിൻ്റെ ഒരു സംഭവം ഇതിലില്ല. തന്നെയല്ല അന്നത്തെ മുറ്റം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൺജസ്റ്റഡ്, വളരെ ചെറിയ മുറ്റമായിരുന്നു. ഇങ്ങനെയായിരുന്നു വണ്ടി. അത് വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചെറിയ വഴിയൊക്കെ. അപ്പം ഹരീഷിന് അപ്പോൾ ഇവിടുന്ന് താമസം മാറ്റി കുറച്ചുകൂടി വിശാലമായി വണ്ടി കയറാവുന്ന സ്ഥലത്തേക്കൊന്നും പോകണം. ഞാൻ ആ റോഡ് സൈഡിലൊക്കെ ഒരു സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഒരു 10-20 സെൻറ്റ് സ്ഥലമൊക്കെ. അവിടെയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ 2 സ്ഥലം വാങ്ങി, 2 സ്ഥലത്ത് ചേട്ടനെ കാണിച്ചു. അപ്പോൾ ചേട്ടൻ പിന്നെയും ഇവിടെ വന്നിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്താൽ പോലെ. അത്രയും റോഡ് സൈഡാണ് നമ്മൾ മെയിൻ റോഡ് എന്നത് ഇത്ര ഇതേ ഉള്ളൂ. പക്ഷേ ചേട്ടൻ ശരിയാട്ടോ, ഇതിൻ്റെ ഒരു സുഖം സത്യം അല്ലേ? നമ്മൾ ഈ റോഡിൽ സൈഡ് താമസിക്കുന്നതിനേക്കാൾ എന്ത് രസകരമാണ്. പിന്നെ ഒന്ന് നമ്മൾ ആദ്യം ഇപ്പോൾ ഇവിടെ മരങ്ങൾ ഈ മാവും അതും ഇതൊക്കെ ആദ്യം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല തണൽ, ഈ തെങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇങ്ങനെ ഇപ്പോൾ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും റിസോർട്ടിൽ വന്നതായിരുന്നു. ശരിക്കും നല്ലൊരു വളപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ജയനോട് ചോദിക്കാം. ജയനോട് എത്തിയിട്ടുണ്ട്. ജയൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഏറ്റവും പഴയകാല സുഹൃത്തുക്കളൊരാളാണ് ജയൻ. ജയൻ്റെ പ്രത്യേകത, ജയൻ ഇപ്പം നിങ്ങളിനി എന്തൊക്കെ കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കേരള സ്റ്റൈൽ വിട്ടൊരു കളിയില്ല. ജയൻ കേരള സ്റ്റൈൽ വീടുകൾ മാത്രമേ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു ചെറിയ വീട് വയ്ക്കുന്നതിനെ പറ്റി ഞാൻ പുതിയ സ്റ്റൈൽ എന്നാൽ ഞാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭാഗത്തേക്ക് പോലും വരില്ല. ജയൻ്റെ സ്പെഷ്യാലിറ്റീസാണ് ഈ കാണുന്ന ഈ ഗ്ലാസ്, അതായത് കളേർഡായിട്ടുള്ള ഗ്ലാസ്സുകളും. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ജയൻ്റെ കാര്യത്തിൽ ഈ ടൈലുകളാണ്. ജയൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ടൈലെന്നൊക്കെ പറഞ്ഞാൽ പഴയ എന്താ പറയുക, കോമൺവെൽത്തിൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്ന പോലത്തെ ആ ഡിസൈനൊക്കെ ആയിരിക്കും. അങ്ങനെ വളരെ ഭംഗിയാക്കുന്ന ആളാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ജയനോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹരീഷ് കണാറിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല എന്ന് തന്നെയല്ല, 10 വർഷം ഹരീഷിന് വേണ്ടി കാത്തിരുന്ന ഹരീഷിൻ്റെ ഭാര്യ, അന്നത്തെ കാമുകി ഇന്നത്തെ ഭാര്യ സന്ധ്യയുമായിട്ട് കൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. കൂടാതെ വീടിൻ്റെ മറ്റ് വിശേഷങ്ങളും കാണാനാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ പുതിയ ഒരു പരിപാടി പ്രകാരം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ്. റോഡ്മേറ്റ് എന്ന ആപ്പാണ് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല കമൻറ്റുകൾ ചെയ്യുക. നല്ല കമൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രസകരമായ കമൻറ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ വിമർശനങ്ങളുടെ കമൻറ്റുകൾ ചെയ്യാം. എന്ത് കമൻറ്റും ഏത് കമൻറ്റും മികച്ചതാണെങ്കിൽ അതിന് സമ്മാനം കിട്ടുന്നതായിരിക്കും.
എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനമില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വാഹനമില്ലാത്തവർക്കും ഉപയോഗിക്കാവുന്ന ഹാമ്പറാണ് നൽകുന്നത്. അപ്പോൾ ഹരീഷ് കിണറിൻ്റെ അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.